നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷ്ണുവിന്റെ കല്യാണ കാര്യമായിരിക്കും അല്ലേ? അല്ലേ? ഉറപ്പിച്ചോ? ഇല്ല, മറ്റന്നാ പെണ്ണ് കാണലുണ്ടെന്നാ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട്? അത് കഴിഞ്ഞാ ചിലപ്പോ ഉറപ്പിച്ചേക്കും. അത് കഴിഞ്ഞാ പിന്നെ കല്യാണം അല്ലേ? ആ, അങ്ങനെയാണല്ലോ സാധാരണ. കല്യാണ തീയതി മുൻകൂട്ടി അറിയിക്കുമായിരിക്കും അല്ലേ? സത്യമേ, ഇങ്ങനത്തെ സാഹചര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല വിജയകുമാറെ. ഈ വിവാഹം നടക്കും. പെൺകുട്ടിയോടും കൂട്ടരോടും വരാൻ പറ ഇങ്ങോട്ട്. ഈ വീട്ടിൽ സത്യഭാമ പറയുന്നതേ നടക്കൂ. അപ്പൊ പൊയ്ക്കോ. ശരി സത്യമേ. അച്ഛാ, ഒരാളുടെ ദുർബുദ്ധി ഒരു കുടുംബത്തെ തകർക്കാന്ന് പറഞ്ഞ അവൾ ഒന്നുകൊണ്ടും പഠിച്ചിട്ടില്ല. വിഷ്ണുപ്രഭയ്ക്ക് താല്പര്യമില്ലെങ്കിൽ നിർബന്ധിച്ച് കല്യാണം നടത്താൻ പറ്റുമോ അച്ഛാ? എടാ, അവളുടെ സ്വഭാവം അറിയാലോ. ഈ പറയുന്നതിനകത്തൊക്കെ ഒരു ന്യായം ഉണ്ടാക്കി വെക്കും. അമാവാസി വരെ വിഷ്ണുവിന് സമയം കൊടുത്തില്ലെന്നാ ഇപ്പോഴത്തെ ന്യായം. സ്വന്തം പിടിവാശി നടന്നില്ല എന്നുണ്ടെങ്കിൽ അവൾ ഏതു പരിധിയും കടന്നു കളയും. ചിലപ്പോ ജീവനെടുക്കുന്നുള്ള ഭീഷണി ഇവരുണ്ടാവും. അറിയാലോ ആളെ. അവളിതെങ്ങനെ നടത്തും മോനെ, എങ്ങനെയും നടത്തും. വിഷ്ണുവച്ചന് കല്യാണം ആലോചിക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ കിട്ടിയാൽ കല്യാണം മുടക്കാനല്ലേ സത്യ പറഞ്ഞത്? ആ ഫോട്ടോ ഒന്ന് കൈ കിട്ടാൻ എന്താ ഒരു വഴി? കഴിഞ്ഞില്ല മോളെ ഇതുവരെ? കഴിഞ്ഞു. ആരടി? ശ്യാമ. എടുത്തു നോക്ക്. ഇനി എന്തൊക്കെയാണോ ദേവി? എന്താ ശ്യാമേ? കുഞ്ഞേച്ചി, എന്താടി? കുഞ്ഞേച്ചി, വിഷ്ണുവേട്ടന് കൊണ്ടുപിടിച്ച് കല്യാണാലോചന നടക്കുന്ന കാര്യം അറിയാലോ. അതിലൊരെണ്ണം മിക്കവാറും ഉറക്കുന്ന മട്ട. ആ ആലോചന സത്യമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കുഞ്ഞേച്ചി. അവരോട് മറ്റന്നാൾ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടി കണ്ട സത്യമ്മ ഈ കല്യാണം ഉറപ്പിക്കുന്നു തന്നെയാ എന്റെ വിശ്വാസം. പെൺകൂട്ടര് മറ്റന്നാൾ രാവിലെ വരുമെന്നാ പറഞ്ഞിരിക്കുന്നെ. അതും 11 മണിക്ക്.
ആലോചന എങ്ങനെയെങ്കിലും തടയണം. എങ്ങനെ തടയണമെന്ന് നീ പറയുന്നേ? എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കുഞ്ഞേച്ചി. എങ്ങനെയെങ്കിലും. പക്ഷേ ശ്യാമ, ഇനി ഒരു പക്ഷേ ഇല്ല കുഞ്ഞേച്ചി. എന്നെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ കുഞ്ഞേച്ചി ചിന്തിക്കണ്ട. സ്വന്തം കാര്യം പോലും ആലോചിക്കണ്ട. വിഷ്ണുവേട്ടന്റെ കാര്യം ഒന്ന് ആലോചിക്ക്. കുഞ്ഞേച്ചി മാത്രം ആ പാവത്തിന്റെ നെഞ്ചില്. എനിക്ക് ആ വേദന കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല കുഞ്ഞേച്ചി. പിന്നെ സത്യമുള്ള കാര്യം, അവൾക്കൊരച്ഛനെ വേണ്ട കുഞ്ഞേച്ചി. അതോ സ്വന്തം കുഞ്ഞിനെ പോലെ ഭർത്താവിനെയും? ശ്യാമേ, പൊറുക്കണേ കുഞ്ഞേച്ചി, സങ്കടം സഹിക്കാൻ വയ്യാണ്ട് പറഞ്ഞു പോയതാ. ശ്യാമേ, ഉറക്കത്തിലോ ഉണർച്ചയിലോ അക്കാര്യം മിണ്ടിപ്പോരുതെന്ന് എത്ര തവണ പറഞ്ഞു നിന്നോട്? മാപ്പ് കുഞ്ഞേച്ചി, മാപ്പ്. ശരി, നീ ഫോൺ വെക്ക. കുഞ്ഞേച്ചി, അറിയാതൊരു നാവുപിഴ വന്നു പോയതാ എന്ന് കരുതി ഞാൻ പറഞ്ഞതൊന്നും പരിഗണിക്കാതിരിക്കല്ലേ. ശരി, നിന്നോടല്ലേ പറഞ്ഞു ഫോൺ വെക്കാൻ. കുഞ്ഞേച്ചി, ഹലോ. ഹലോ കുഞ്ഞേച്ചി. എന്താടി? ഒന്നുമില്ല. വിഷ്ണുവിന്റെ കല്യാണ കാര്യമായിരിക്കും അല്ലേ? അല്ലേ? ഉറപ്പിച്ചോ? ഇല്ല, മറ്റന്നാ പെണ്ണ് കാണലുണ്ടെന്നാ പറഞ്ഞ. അത് കഴിഞ്ഞിട്ട്? അത് കഴിഞ്ഞാ ചിലപ്പോ ഉറപ്പിച്ചേക്കും. അത് കഴിഞ്ഞാ പിന്നെ കല്യാണം അല്ലേ? ആ, അങ്ങനെയാണല്ലോ സാധാരണ. കല്യാണ തീയതി മുൻകൂട്ടി അറിയിക്കുമായിരിക്കും അല്ലേ? അല്ല, അച്ഛൻ വിദേശത്തു നിന്ന് വരുന്നത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ചെറിയൊരു കുട്ടിയുണ്ട് ഇവിടെ. കെട്ട് നടക്കുന്നതിന് മുൻപ് അതിനിത്തിരി വിഷം കലക്കി കൊടുക്കാൻ. അമ്മേ, എന്റെ മോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. നിനക്ക് ഭരിക്കാൻ ഒരു രാജ്യവും അതിനു മുകളിലിട്ടിരിക്കാൻ ഒരു കളക്ടർ കസേരയും ഉണ്ടല്ലോ. അതൊന്നും അനാഥമാക്കണ്ട. നടക്കട്ടെ. A for apple. 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 B for ball. B for ball. C for cat. C for cat. D for dog. D for dog. E for egg. E for egg. ഇത് നമുക്കൊന്ന് ബോർഡിൽ എഴുതിയാലോ? Yes, miss. വിഷ്ണുവച്ചന്റെ കല്യാണക്കാര്യം സത്യം അറിയിക്കണമല്ലോ. എന്നാലല്ലേ അത് മുടക്കാൻ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.